നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുകയാണ്. വാറുന്ന പോരാട്ടമാണ് നിലമ്പൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. LDFും UDFും നേർക്കുനേർ അതിശക്തമായ ഒരു ഏത് വിധേനയും എതിരാളിയെ അറവറ്റിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. BJP ആകട്ടെ തങ്ങളുടെ കരുത്ത് തെളിയിക്കുക, അത് BJPയുടെ മണ്ഡലമല്ല എങ്കിലും BJP തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ആ നിലമ്പൂരിൽ നമ്മുടെ വിശ്വപൗരനെന്നും ആഗോള പൗരനെന്നും ഒക്കെ പറയുന്ന കോൺഗ്രസിൻ്റെ ഗ്ലാമർ താരം ശശി തരൂർ, അവിടെ എങ്ങും അദ്ദേഹത്തിന് പ്രവേശനമില്ല. അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല. കോൺഗ്രസ് തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണോ നിലമ്പൂരിൽ നിന്ന്? കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് തിരക്കിലാണ്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷും അതോടൊപ്പം തന്നെ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ നേതാക്കളുണ്ടല്ലോ, അവരെല്ലാം ഇനിയും അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ശശി തരൂർ വരേണ്ട ആവശ്യമില്ല. കാരണം ശശി തരൂരുമായി ഇപ്പോൾ നരേന്ദ്രമോദി ശശി തരൂരിനെ അങ്ങോട്ട് വിളിച്ച് ഓഫീസിലെത്തിച്ച് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ആര്യാടൻ ഷൗക്കത്ത്, ഈ VD സതീശൻ്റെ എല്ലാം വിചാരം തങ്ങളെന്തോ വലിയ സംഭവമാണെന്നൊരു ധാരണയുണ്ട്. അതെന്തായാലും കേരളത്തിലെ CPM നേതാക്കളോട് പോലും വിലപ്പോകുന്നില്ല. അവർ തന്നെ വലിയ രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ആ രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി മുന്നോട്ട് വരുന്നത്. നിലമ്പൂരിൽ ഇപ്പോൾ പരാജയപ്പെട്ടാൽ പോലും ഈ CPM പ്രത്യേകിച്ച് ഈ ഹൈന്ദവ ഭൂരിപക്ഷ ഒരു വർഗീയത, അത് അവരുടെ വാക്ക് വർഗീയതയാണല്ലോ, അവർ ചെയ്യുന്നത് മതേതരത്വവും ബാക്കിയുള്ള പാർട്ടികൾ ഈ ഐക്യം ഊട്ടിയുറപ്പിക്കുമ്പോൾ അത് വർഗീയതയാണ്. എന്തായാലും ആ മതേതരത്വ വോട്ടുകൾ വർദ്ധിപ്പിച്ച് അടുത്ത തവണയും അവർ തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല നിർണായകമായ പ്രസ്താവനകളും നടത്തി അവർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ തകർന്ന് കിടന്നത് ഈ CPM ആണ്. CPMനെ വലിയ രീതിയിൽ ഊർജം നൽകിയത് ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശമാണ്. ശശി തരൂരിന്റെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പിണറായി വിജയൻ അന്തരീക്ഷം കേരളത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ഒരു വലിയ പരാജയത്തിൽ ദുഃഖിച്ചിരുന്ന CPMന്റെ ഓഫീസിനെ ഒന്ന് തുറന്ന് സജീവമാക്കിയത് തന്നെ തരൂരാണ്. അതുകൊണ്ട് CPM എങ്കിലും അങ്ങോട്ട് വിളിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം നിലമ്പൂരിലെ ജനങ്ങളോട്, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പല സൈനികരും വിവിധ സംസ്ഥാനങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. അവർ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തവർ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ എവിടെ, കേരളത്തിൽ തന്നെ അത്തരം സൈനികർക്ക് വലിയ സ്വീകരണം ലഭിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയ ശശി തരൂറിന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ വലിയൊരു സ്വീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു അല്ലേ? ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ ജയശങ്കറിന് മുകളിൽ പറന്ന ഞങ്ങളുടെ നേതാവ് നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നു എന്ന ആ പ്രസംഗം കേൾക്കാൻ തന്നെ എന്തോ ഒരു രസമായിരിക്കും. ആ രീതിയിൽ പോലും ചിന്തിക്കാതെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അത് വലിയ മാറ്റം സൃഷ്ടിക്കും. കോൺഗ്രസിന് അത് തീർച്ചയായിട്ടും, കേരളത്തിലെ കോൺഗ്രസിന് അതുകൊണ്ട് അഭിമാനിക്കാമായിരുന്നു. പക്ഷേ അവർക്ക് അതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. കാരണം അവർ ഇപ്പോൾ ഗാന്ധി കോൺഗ്രസ് അല്ല, അത് ഒരു സോണിയ കോൺഗ്രസ് ആണ്, നെഹ്റു സോണിയ കോൺഗ്രസ് ആണ്. നെഹ്റു കോൺഗ്രസും അല്ലല്ലേ, സോണിയ കോൺഗ്രസ്സായി മാറിയിരിക്കുന്ന ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാരണം 40% ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ, അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെ ഉൾപ്പെടുത്താത്തത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ എല്ലാം കോട്ട കൊത്തളമാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പൂർണ്ണമായി ഒഴിവാക്കുന്നത് കൊണ്ട് അവരുടെ തമ്മിൽ തല്ലുകൊണ്ട് നഷ്ടമാകുന്നത് അവരുടെ വോട്ടുകൾ മാത്രമാണ്. അല്ലാതെ ഈ ശശി തരൂരിനെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് ശശി തരൂരിന് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ച് പ്രധാന വിവരങ്ങൾ തേടുകയും ചിലപ്പോൾ ഇപ്പോൾ ഡൽഹിയിലെല്ലാമുള്ള പ്രധാന സംസാരം ഇദ്ദേഹത്തിന് ചില നിർണായക പദവികൾ നൽകുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല നിർണായക ചുമതലകളും നിർവഹിക്കാനുള്ള പല ചുമതലകളും ഇദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതയുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളുകളായി തന്നെ ദേശീയതയിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടുണ്ട്. അത് അവിടെ ഒരു പരിധിവരെ പല സംസ്ഥാനങ്ങളിലും നാം കണ്ടതാണ്. ഇത്തരം ദേശീയതയിൽ നിന്നും പിന്നോട്ട് പോയത് കൊണ്ടാണ് അവർ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഡൽഹിയിലും അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായി ഇല്ലാതായത്. ഇപ്പോൾ ആകെയുള്ളത് കുറച്ച് തെക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അവിടെ
ഇത്തരം തെറ്റായ നിലപാടുകളാണ് എടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി തന്നെ തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുകയാണ്. പക്ഷേ അവിടെ നിന്നുള്ള എംപിയോ തെലങ്കാനയിൽ നിന്നുള്ള ഹൈദരാബാദിൽ നിന്നുള്ള എംപി ആയ ഒവൈസി മറിച്ചാണ് നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അതാണ് നാം തിരിച്ചറിയേണ്ടത്. കോൺഗ്രസ് എന്ന മതേതരത്വ പാർട്ടി എപ്പോഴും രാജ്യത്തിനെതിരായി സംസാരിക്കുമ്പോൾ പലരും പല ഹിന്ദുത്വ സംഘടനകളോടെ കാണുന്ന ഒവൈസി പലപ്പോഴും പലരും കുറ്റപ്പെടുത്തുന്ന ഒവൈസി, ആ ഒവൈസി ഇന്ത്യക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് വാദിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അതെല്ലാം രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിരിക്കുന്ന കനിമൊഴി നഖശികാന്തം കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നയാളാണ് കനിമൊഴി. ആ കനിമൊഴി പോലും വിദേശത്ത് പോയി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിച്ച ഭാഷ, അവർ ഉന്നയിച്ച കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മുന്നിൽ വിശദീകരിച്ചത് ഒക്കെ ഇന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ അഭിമാനത്തിന് വക നൽകുന്നത്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവരും നാം മറക്കാൻ പാടില്ല. ആ രീതിയിൽ അത്തരം രാഷ്ട്രീയം മറന്ന് എല്ലാവരും രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ കുറച്ച് പിണിയാടുകളും മാത്രമാണ് ഇത്തരം വിവാദ പരാമർശങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എത്ര വിമാനം നഷ്ടപ്പെട്ടു, ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് കേടുപാട് പറ്റിയോ, അതോ ഇനി പറന്നോ, പാകിസ്ഥാന് മുകളിലൂടെ പറന്നോ, അതോ ഭൂമിക്ക് അടിയിലൂടെ പറന്നോ എന്ന ചോദ്യങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. പക്ഷേ അതെല്ലാം കൃത്യമായി തന്നെ ബീഹാറിലെ ജനങ്ങൾ വലിയ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതിന് പിന്നാലെയാണ് വേറൊരു കുതന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലോ. മഹാരാഷ്ട്രയിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയിട്ടും അവിടെയുള്ള ഇദ്ദേഹത്തിന്റെ കൂടെ മത്സരിച്ചവർ പോലും ഇല്ലാത്തൊരു എതിർപ്പ്, എന്തായാലും അവർ പോലും ഉന്നയിക്കാത്ത ഒരു ആരോപണം. ഈ മഹാരാഷ്ട്രയിൽ എന്തായാലും കോൺഗ്രസ് വലിയ പാർട്ടിയൊന്നുമല്ല, NCP ശിവസേനയുമാണ് അവിടുത്തെ പ്രധാന പാർട്ടികൾ. അവർ പോലും ഉന്നയിക്കാത്ത വലിയ ഒരു തെറ്റായ വിവരം ജനങ്ങളെല്ലാം വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ജനങ്ങൾ തന്നെ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനു വോട്ടിടാൻ പോകണമെന്നൊരു ചിന്ത വരും. ആ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ തകർക്കുന്ന ഒരു രീതി, ആരോപണങ്ങൾ ഉന്നയിക്കുക, അതാണോ ജനാധിപത്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുകയും അതിനെതിരെ പുറത്തു വന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്, മിഡിൽ ക്ലാസ്സിനിടയിൽ സ്വാധീനമുണ്ട്. ഒന്നും പറയണ്ട. അപ്പോൾ മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വിജയിച്ചു കയറുന്നത് തീരപ്രദേശിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. അതിൽ നിന്നും മുകൾ തട്ടിലെ വോട്ടും അടിത്തട്ടിലെ വോട്ടും എല്ലാ ജനവിഭാഗങ്ങളുടെ വോട്ടും വാങ്ങി ജയിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയൊന്നും ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. 2009 അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിലുള്ളവർ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണം അദ്ദേഹം ഡൽഹിയിൽ നിന്നും വരികയാണ്, അദ്ദേഹത്തിന് കേരളവുമായി ബന്ധമില്ല, തിരുവനന്തപുരവുമായി ബന്ധമില്ല, കോൺഗ്രസ് പ്രവർത്തകരുമായി ബന്ധമില്ല, അമേരിക്കയിൽ നിന്നും കെട്ടിയിറക്കിയ നേതാവാണെന്ന വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. എന്നിട്ടും അദ്ദേഹം അന്ന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2014 വരുമ്പോൾ ഒരു ഭാഗത്ത് തോൽപ്പിക്കാൻ BJP അതിനേക്കാൾ കൂടുതൽ ശക്തമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും സീറ്റ് തരപ്പെടുത്താമെന്ന ചിന്തയിൽ മറ്റൊരു നേതാക്കളുമായി വട്ടമിട്ട് പറക്കുന്നത് നാം കണ്ടിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ പല തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല നേതാക്കളുടെയും ലക്ഷ്യം അങ്ങനെയാണ്. ഈ ശശി തരൂരിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തി അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കണമെന്ന ചിന്തയിൽ ഡസൻ കണക്കിന് നേതാക്കൾ ചുറ്റിക്കറങ്ങുന്ന തിരുവനന്തപുരത്ത് പോലും അദ്ദേഹത്തിന് വിജയിച്ചു കയറാൻ കഴിഞ്ഞെങ്കിൽ നിലമ്പൂരിൽ അദ്ദേഹത്തെ എത്തിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. അദ്ദേഹം വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖം വർദ്ധിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്ന ശശി തരൂരല്ല തിരിച്ചു വന്നത്, അതിനേക്കാൾ വലിയ ജനകീയ മുഖമായി മാറി. ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ സോണിയ കുടുംബം ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലെ ഇദ്ദേഹം 1000-ലധികം വോട്ടുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാർട്ടിക്കുള്ളിലും പുറത്തും അദ്ദേഹം ഓരോ ദിവസവും ശക്തനായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിലമ്പൂർ പോലുള്ള ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ആ ഏരിയയിൽ പോലും അടുപ്പിക്കാത്തത്.